ധന്യനായ ഏകാധിപതിയും രാജാതി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനുമായ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇത് പ്രഭാത സന്ദേശം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ, വിടുതലുകൾ, ഉയർച്ചകൾ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് ലഭിക്കുവാൻ, പെട്ടെന്ന് പ്രാപിക്കുവാൻ ഒക്കെ ആഗ്രഹിക്കുന്നവരാണ് നാം. എന്നാൽ ദൈവം നമുക്ക് അനുഗ്രഹങ്ങൾ, ഉയർച്ചകൾ, വിടുതലുകൾ നൽകുന്നതൊരു പക്ഷേ നാം ഉദ്ദേശിക്കുന്ന നിലയിലോ ഉദ്ദേശിക്കുന്ന സമയത്തോ ഒരുപക്ഷെ നടന്നില്ലെന്നിരിക്കാം. എന്നാൽ അത് ദൈവികമായ വിടുതൽ, ദൈവികമായ നിലയിൽ നമുക്ക് ലഭിക്കുമ്പോൾ അത് പെട്ടെന്ന് നമുക്ക് ലഭിക്കുന്നു എന്ന് മാത്രമല്ല, നമുക്കത് ലഭിക്കുമ്പോൾ അത് പടിപടിയായിട്ടുള്ള അനുഗ്രഹമായിരിക്കാം നമുക്ക് ലഭിക്കുന്നത്. ആ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെന്ന് പറയുന്നത് അതൊരിക്കലും അത് നിന്നു പോകുന്നില്ല, തീർന്നു പോകുന്നില്ല. അത് പടിപടിയായി ഉയർന്നുകൊണ്ട് വരും, ഉയർച്ചയിലേക്ക് വരുവാനിടയായിത്തീരും. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ ഓർപ്പിക്കാനിടയായി. എബ്രായലേഖനം 13-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ വായിപ്പാൻ കഴിയുന്നത്, നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാതായി ഇരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുകയും. എന്നിട്ട് പറയുകയാണ്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ഇവിടെ നമ്മുടെ നടപ്പ് എങ്ങനെ ആയിരിക്കണം, നമ്മുടെ ലക്ഷ്യം എങ്ങനെയായിരിക്കണം, നമ്മുടെ ജീവിതയാത്ര എങ്ങനെയായിരിക്കണം? ഭൗതികമായ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിനുള്ള ബന്ധത്തിൽ ദ്രവ്യാഗ്രഹമില്ലാതായിരിക്കട്ടെ. എന്താണ് ദ്രവ്യാഗ്രഹം അല്ലെങ്കിൽ അത്യാഗ്രഹം ഇല്ലാതെ നമ്മുടെ നടപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്താണ്? തിമോഥെയോസ് ലേഖനത്തിൽ പൗലോസ് ഇങ്ങനെ പറയുന്നു, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലകാരണമല്ലോ. അപ്പോൾ ഇവിടെ പറഞ്ഞു, നമ്മുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാതായിരിക്കണം, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുകയും. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക, ഉള്ളതിൽ തൃപ്തിപ്പെടുക. അപ്പോൾ ഉള്ളത് കൊണ്ടോ ഉള്ളതിൽ തൃപ്തിപ്പെടുന്ന ഒരാളാണ് ഈ ഭൂമിയിൽ ഏറ്റവും വലിയ ധനികനെന്ന് പറയുന്നത്. ഒരുപക്ഷെ നമുക്കൊരിക്കലും ആ ഒരു നിലയിലേക്ക് വരുവാൻ കഴിയാത്ത ഒരവസ്ഥയാണ് പലപ്പോഴും നമുക്ക് കാണുവാൻ കഴിയുന്നത്. വീണ്ടും വേണം സമ്പാദിക്കണം, കിട്ടണം, ലഭിക്കണം. അത് മുഖാന്തരം എന്ത് സംഭവിക്കുന്നു? മൂല്യശോഷണങ്ങൾ ഉണ്ടാകുന്നു, അക്രമങ്ങൾ ഉണ്ടാകുന്നു, കൊലപാതകങ്ങൾ ഉണ്ടാകുന്നു, മോഷണം ഉണ്ടാകുന്നു, അനേക കാര്യങ്ങൾ നമുക്ക് എടുത്തെടുത്ത് പറയുവാനുണ്ട്. എന്നിട്ട് ദൈവം പറയുകയാണ്, കർത്താവ് തന്നെ അരുളി ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഒരു പ്രോമിസ് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തിൽ ഉപേക്ഷിക്കത്തില്ല. അതുകൊണ്ട് ദൈവാശ്രയമുള്ളവരായി ദൈവത്തിങ്കിലേക്ക് അടുത്തു വന്ന് ദൈവവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുവാനാണ് ഇവിടെ നമ്മളെ ഓർപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ ആശ്രയിക്കാം. ദൈവം നമ്മളെ ഉപേക്ഷിക്കത്തില്ല, അവൻ നമ്മെ കൈവിടത്തിലാകിയാൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ ദൈവം നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ.